ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറാട്ടോ ഇതിൻ്റെ പെയിൻറ്റ്. നല്ല രസമില്ല ഇത് കാണാൻ. ശരിക്കും ഇത് കണ്ടേരം നമ്മൾ വീട്ടിലേക്കെല്ലാം വീഡിയോ കോളിൽ ഇത് കാണിച്ചു കൊടുത്തേട്ടാ. അപ്പോൾ എല്ലാവരും കൂടി ഇത് കാണിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ വാവ ഉറങ്ങിപ്പോയേട്ടാ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോകാൻ കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി. അതെ. അപ്പോൾ സ്ഥലം വെച്ചാൽ വയനാട്. വയനാട് അതെ മക്കള് ഞാനിപ്പോ പോകുന്നില്ല, മക്കള് പോയിട്ട് പോയേ. ഇന്നലെ ബർത്ത്ഡേക്ക് നമ്മൾ പോയിട്ട് വരുമ്പോൾ തന്നെ നേരം പേനി. അപ്പോൾ ഇന്ന് വയനാട്ടിൽ നാളെ രാവിലെയാണ് പരിപാടി. പക്ഷെ നമ്മളൊന്ന് ഇന്ന് വൈകിട്ട് ആളെ രാവിലെ എത്തൂല. നമ്മൾ ഓടണത് കുറച്ചേ ഉള്ളൂ നമ്മുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പോന്നെയാണ്. അപ്പോൾ നാളെ ഉച്ചമേക്ക് എത്തും. അപ്പോൾ പോയിട്ട് വരാം. പോയിട്ട് വാ മക്കളെ, എന്റെ പൊന്നും അടങ്ങി പോയി. പോയിട്ട് വാ. ഓനെ വണ്ടിയിൽ കയറി അപ്പാടെ ഉറങ്ങും. അതിന് മുമ്പ് ഇറങ്ങി അത്രേ ഉള്ളൂ. എന്നാ നമുക്ക് ഇറങ്ങാം. പോയിട്ട് വാ. എന്തൊരു മഴ. അപ്പോൾ അങ്ങനെ നമ്മൾ വയനാട്ടിലെത്തിയേട്ടാ. അപ്പോൾ രാത്രി 8-9 മണിയായിരുന്നു ഇവിടെ എത്തുമ്പോൾ. അതുകൊണ്ട് ഒന്നും നമുക്കൊന്ന് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ നല്ല രസമായിട്ട് നമ്മളെ മേലിനെല്ലാം നോക്കുമ്പോൾ ഇത് പ്രത്യേകത പറഞ്ഞ എന്താ അറിയോ, ഫുൾ ബ്ലാക്ക് ആണ് ഇവരെ. അതെ, പക്ഷെ അതൊരു നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമായിട്ടുണ്ട്. അതെ, കൊറേ അടിപൊളി സംഭവം ഉണ്ട് ഉള്ളില്. അതെ, നമ്മളെ ഇതിന് മുന്നേ നോക്കിയില്ലാത്ത ഒരു വെറൈറ്റി സംഭവങ്ങളെല്ലാം അകത്തുണ്ട് കേട്ടോ. നമുക്ക് കാണാത്തേക്ക് പോയിട്ട്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞാല് ബാത്റൂമാണ്. കുളിക്കാൻ മടിയുള്ളവർക്ക് ഈ ബാത്റൂം കാണുമ്പോൾ എന്തായാലും കുളിച്ചോ കൊടുക്കാൻ. അല്ല, കുളിക്കാൻ അവിടെ തോന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു സാധനത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നേട്ടാ. ഇതിൻ്റെ മുകളിലാണ് ആ സംഭവം നമ്മൾ കാണിച്ചു തരാം. അത് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങോട്ടേക്ക് ക്ഷണിച്ചാണ് അവർ. അങ്ങനെയായിട്ട് നമ്മൾ വന്നു. ഇന്നലെ രാത്രി വന്നിട്ട് നിന്ന് അനൂട്ടി ഋത്തിക്കല മേലെയുണ്ട്. നമ്മൾ ഇന്നലെ വന്നിട്ട് ഇന്ന് രാവിലെ ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ തന്നെ പോകുന്നു നമ്മൾ. അപ്പോൾ അതിലിടയ്ക്കൊന്ന് ഈ റിസോർട്ട് കുറേ സ്പെഷ്യൽ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് കാണിക്കാം. ഇതാണ് വീട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറാട്ടോ ഇതിൻ്റെ പെയിൻറ്റ്. ഉള്ളിലൊക്കെ ബ്ലാക്ക് കളറാണ്. ചെറിയ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ വൈറ്റ്. വേഗം വിട്ടു വന്നാൽ വേഗം കാണിക്കാം നമുക്ക്. ഇതിൻ്റെ കയറുന്ന സ്ഥലമാട്ടോ. ഞാൻ ഒന്ന് ക്യാമറ മാറ്റട്ടെ. പിന്നെ അതിൽ കവി സാരി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ സാരി വെച്ചാല് കവിനി ക്ലോത്തിങ്സിൽ പുതിയ സാരി ഇറക്കിയത് അവർ വിഷുവിന്റെ ഭാഗമായിട്ട്. അപ്പോൾ നല്ല ഇതിന്റെ പേരെന്താ ചേട്ടാ സാരിന്റെ? മൾട്ടിഷ്യൂ. നിതീഷ് പറഞ്ഞു തന്നെയാണ്. അതെ, മൾട്ടിഷ്യൂ. അത് ഉടുത്തിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല ടിഷ്യൂ പോലെ തന്നെ. അത്ര അതിന്റെ ഇത് കാണിക്കാം. എന്തോ പറയാനില്ല, ടസിൽസ്, വലിയ ടസിൽസ് ഒന്ന്. ഇത് വിഷുവിന് അവർ ഇറക്കിയതാണ്. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു ചെറിയ ഷോർട്സ് എടുത്തിനെ. അപ്പൊ എടുത്തരാ അങ്ങനെ നമ്മള് എന്റെ അകത്ത് കാണിച്ചു തന്നു. നമുക്ക് അകത്തേക്ക് പോവാം. ഇതിന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുക്കാട്ടാ. ഇത് അവർ അയച്ചു തരും വീട്ടിലേക്ക്. അപ്പൊ ഇതിന് വരുന്നത് 799 രൂപ. അപ്പോൾ ഈ സാരി കേട്ടോ പോവാ. ഞാൻ ഉള്ളിലേക്ക് പോവാം. ഞാൻ ഒന്ന് ക്യാമറ മാറ്റട്ടെ. ഉള്ളിൽ കയറിയാൽ അൻഹാത്താന്ന് എൻ്റെ പേര് കേട്ടോ. അൻഹാത്ത, സമാധാനത്തിന്റെ. എല്ലാം കണ്ട ഒരു കല്ല് പോലെ കേട്ടോ. എല്ലാം ഇത് കല്ലല്ല. മേലോട്ടേക്ക് മുകളിൽ കയറി വരുമ്പോൾ ഇങ്ങനെയാട്ടാ. സൈഡിൽ ഇവരെ കിച്ചണും പരിപാടിയിലാണ്. ഇങ്ങോട്ടാണ്. ഇതൊരു ഡൈനിങ് ടേബിളാണ്. ഇവിടെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചത്. നല്ല കുറേ ഇങ്ങനത്തെ പിക്ചർ ഉണ്ടേ. അതെ, മൊത്തൊരു ബ്ലാക്ക് ടോൺ ആണ്. ബ്ലാക്കും വൈറ്റും. വൈറ്റിൽ ഒരു ബ്ലാക്ക് മിക്സ് ആയ പോലെ ഉള്ളത്. അതെ, നമുക്ക് തന്ന റൂം മൊത്തം ബ്ലാക്കാണ്. നമുക്ക് മേലോട്ട് പോയാലേ തല കണ്ടിട്ട്. സോഫ, ബ്ലാക്ക് സോഫ. ഇത് ഗെയിമെല്ലാം ഉണ്ട് കേട്ടോ. ഇന്നലെ വന്നിട്ട് രാത്രി നമ്മൾ കുറച്ച് ഗെയിമെല്ലാം കളിച്ചു. ഇതുവരെ നമ്മൾ കളിക്കാത്തൊരു ഗെയിമേലും ഇത് ആദ്യമായിട്ടൊരു ഗെയിം കളിച്ചു. നല്ലുണ്ട്. പള്ളിയിൽ അടിച്ചു കൂത്തലാണ്. ക്യാരം ബോർഡ് തന്നെ മാറ്റം. കവിയെല്ലാം മുറുകും കള്ളക്കളിയാണ്. ഞാനാന്നെല്ലാം ജയിച്ചില്ല. ഇവര് കൊള്ളി എടുത്തിട്ടുണ്ടല്ലോ. ഇതിന്റെ ഈ അറ്റത്തോണ്ട് ഇങ്ങനെ കുത്തുന്ന ഒരു ഇതല്ലേ. അപ്പൊ ഇവര് കുറെ ആൾ ഇതിന്റെ ഈ സൈഡിനെ കൊണ്ട് കുത്തി. ഇത് കുറച്ച് വലുതായുണ്ട്. അങ്ങനെയെല്ലാം കവി നിങ്ങളെ ചോദിച്ചില്ല ഇതില് കുത്തിയാ മതിയോന്ന്. നല്ല കളിയാട്ടോ ഇത്. ഇത് വെച്ചാല് നമ്മള് പഠിക്കാത്തോണ്ടാണ്. 1, 2, 3 ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ ഇതില് 1, 2 അങ്ങനെ വരിവരിയായിട്ട് ഇടണം.
ഫസ്റ്റ് ടച്ച് ചെയ്യുന്നത് മെയിൻ നമ്മളെ സ്റ്റേക്കർ. ഇതെല്ലാവർക്കും അറിയിക്കൊന്നല്ല, ഞാൻ ഇന്നലെ ആദ്യമായിട്ട് അറിയുന്നുണ്ടെന്ന് പറയുന്നതാണ്. സ്റ്റേക്കർ വെച്ചിട്ട് അടിക്കണം. ഇത് അടിക്കുന്ന സമയത്ത് ഇത് പിന്നെയാണ് കൊള്ളാം. ഇത് പക്ഷേ ഡയറക്റ്റ് പറയുന്ന നമ്പർ കൊള്ളാൻ പാടില്ല. ഒന്നാമത്തെ നമ്പർ തൊട്ട് തുടങ്ങിയാൽ അങ്ങനെ. ഇതിൻ്റെ ശരിയായ വശം ഞാൻ അറിഞ്ഞ പോലെ പറഞ്ഞോളൂ, അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ. അധികം ആധികാരികമായി പറയണ്ട. ഇത് നമ്മൾ ഇതിനകത്ത് കണ്ടില്ലേ നമ്മളെ സ്ക്വിഡ് ഗെയിമിൽ ഇതെല്ലാം പുറത്തുള്ള രാജ്യങ്ങളിലെല്ലാം കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഒരു ഇതും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ മിഥുൻ, ചെറുപ്പക്കാരനാട്ടാ, ചെറിയ ഏക്കനാണ്. ഓൻ രാവിലെ ഫോൺ ചെയ്തിട്ട് നമ്മളെ വീഡിയോ എല്ലാം കാണുന്നവരാണ്. ഹായ്, അതിനുകൊണ്ട് വേലേട്ടാ. അപ്പോൾ വീഡിയോ എല്ലാം കാണുന്നതാണ്. ഓൻ ഇന്നേടി ഇല്ലാണ്ടായിപ്പോയി. ഓൻ ഇനി ഉള്ള ദിവസം ഫാമിലിയായിട്ട് നമ്മൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പുറത്താട്ടെ സ്വിമ്മിംഗ് പൂളും പരിപാടിയല്ലോ. ഇവിടെ നല്ല വ്യൂ കണ്ടോ, നല്ല രസമാണ് കേട്ടോ രാവിലെ. അങ്ങനെ അങ്ങത്തോളം അവിടെ ഇങ്ങനെ മല നല്ല വ്യൂ ആണ് ഇവിടുന്ന്. താഴെ കണ്ട അതിൻ്റെ ഇവിടെയെല്ലാം അരുവിയും കാര്യങ്ങളെല്ലാം. ഇത് ഇവിടെ പുഴ അല്ലേ ചേട്ടാ? ഇപ്പൊ വെള്ളം കുറഞ്ഞുകൊണ്ട് അങ്ങനെ ഉള്ളു. മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും. നല്ല ഭംഗിയുണ്ട് രാവിലെ ഇത്. For all those disenfranchised by the fit technologies. ഫുള്ളായിട്ട് ബ്ലാക്ക് ആട്ടാ. നമ്മൾ വന്നത് എന്താ വെച്ചാലേതാ ഇത് കണ്ട, ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നേട്ടാ. ഈ ഫ്രെയിമില്ലേ, വിൻഡോ ഫ്രെയിം ചെയ്യാൻ വേണ്ടി വന്നേ. UPVC വിൻഡോസുകളാണ്. 5 Elements എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിൻ്റെ വീഡിയോ ഉണ്ട്, അവർ തുടങ്ങാൻ പോയി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ വിൻഡോസ് ഇതെല്ലാം 20 വർഷത്തോളം വാറണ്ടി അതിലുള്ള ഇതാണ്. എല്ലാം ഇതിനും ഇവർ ചെയ്തു കൊടുക്കുന്നതാണ്. എല്ലായിടത്തും പോയിട്ട് ചെയ്തു കൊടുക്കണം. ഇത് ജനലിൻ്റെ ഇത് ചെയ്തു കൊടുക്കും. നമ്മൾ അവരുടെ കണ്ട അവരെ ഡീറ്റെയിൽ ഒന്നും പറയാട്ടോ. അവരിപ്പോൾ ഇവിടെ ഇല്ല, അപ്പുറത്തങ്ങ് പോയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ മേലെ റൂം കാണാൻ പോകണം. അതുപോലെ തന്നെ വയനാട്ടിലെ കുറച്ച് കാഴ്ചകൾ നമുക്കിത് കാണാം. നമ്മൾ വയനാട്ടിലെ ടൂറിസം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേരും ഇതുപോലെ വീഡിയോ ചെയ്തിരുന്നു. നമ്മളത് മാക്സിമം ഇങ്ങോട്ട് വന്നാൽ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യലുണ്ട്. കാരണം ഇത് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു സമയം. നമ്മള് കർണാടക പോലെ തന്നെയാണ്, ഒരു ചെറിയൊരു തണുപ്പല്ല ഫീൽ ആയിട്ട് നല്ലൊരു സ്ഥലമാണ്. അതെ, നമ്മളെ ശരിക്കും ഊട്ടിയാണ്, നമ്മളെ നാട്ടിലെ ഊട്ടിയാണ് വയനാട്. എപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങോട്ടേക്കല്ലേ വരുക. കർണാടകത്തിൽ പോകുന്നത് അങ്ങോട്ടേ പോകും. രണ്ടും ഒരേ ഒരു ഇത് തന്നെ. ഇതൊരു ബെഡ്റൂമാണ്. ഇതാണ് അനുവും ഋത്തിക്കെല്ലാം നിന്ന വീടിയാണ്. അവർ നിന്നല്ലേ ശരിക്കും കാണാനുണ്ട്. ഈ ബെഡ്റൂമുകൾ ബ്ലാക്ക് ഇല്ല, വൈറ്റാണ്. ബ്ലാക്കാന്ന് പറഞ്ഞിട്ട് പോലും ബ്ലാക്ക് ആണില്ലാത്ത അവസ്ഥയിലായിട്ടല്ല. ഇന്ന് രാത്രിയാന്ന് എടുത്ത് കാണിക്കും ബ്ലാക്ക്. പകല് ഫുള്ള് എല്ലായിടത്തും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ. ഇവിടെ സ്പെഷ്യലായിട്ട് സംഭവം കാണിച്ചു. കുറച്ച് ഇരിക്കാൻ സ്പേസ് ഉണ്ട്, സോഫ എല്ലാ കാര്യങ്ങളും, പിന്നെ കളിക്കാൻ. ഇത് എന്ത് കളിയാ? ഇത് പേരെന്ത്? ഫുട്ബോൾ അല്ലേ ഇത്? ഇത് ഇങ്ങനെ ബോൾ കെട്ടുന്ന ഒരു സംഭവമാണ്. ഇത് എല്ലാ ഹോട്ടലിലും ഇങ്ങനെ ഈ റിസോർട്ടിങ്ങത്തെ പോയാലും ഇപ്പം കാണലുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോലെ വേഗം കാണിക്കാട്ടാ. നമ്മളെ റൂം അങ്ങോട്ടാണ്, അതിലിടക്ക് ഒരു സ്ഥലം കൂടി കാണിക്കാം. തിയേറ്റർ കേട്ടോ. ഇവിടെ തിയേറ്റർ കൂടി ഉണ്ട്, അതാ അതിന്റെ ഏറ്റവും വലിയ. ഇവരിൽ കൂടി ഉണ്ട് കേട്ടാ. ഹായ് നിങ്ങളെ കാര്യം ഇപ്പൊ തായെന്ന് പറയുന്നത്രേ. 5 Elements ഒന്ന് പറയൂ. ഇവർ ഇട്ടത്തുള്ളൂ കേട്ടോ, നമുക്ക് പുറത്തു തന്നെ പറയാം. നിങ്ങൾ ആടിയുണ്ടാന്ന് കരുതിയേ. ഇതണ്ട, ഇതൊരു തിയേറ്ററും കൂടി ഉണ്ട് കേട്ടോ. ഇത് സിനിമ പെണ്ണും പൊറോട്ടും നല്ല രസമുണ്ട് കേട്ടോ ഈ സിനിമ. നമ്മൾ ഇന്നലെ രാത്രിക്കകത്ത് സിനിമ ഉണ്ട് കേട്ടോ. നമ്മളെ റൂമിലേക്ക് പോവാം. ഇവിടെ വന്നപാട് ഇന്നലെ ഒരു തിയേറ്റർ ഉണ്ട് അറിഞ്ഞ പാടില്ലേ, അങ്ങോട്ടേക്ക് ഒരു ഹോട്ടൽ. സ്വാഗതം. ആ റൂം കട്ടമാറ്റലും ഇതാണ്. ഇത് റൂമാണ്. ശരിക്കും നമ്മളിത് വീഡിയോ എടുക്കണം അങ്ങനെ ഇതല്ല. ശരിക്കും ഇത് കണ്ടൊരു കൗതുകം ഭയങ്കരമായിട്ടാണ്. നമ്മൾ ഇത്ര വലിയ റൂമിൽ നമ്മൾ ഇതൊക്കെ ഒരു റൂമിൽ നമ്മൾ നിന്നിട്ടില്ല. പിന്നെ വീട് പോലെ നമ്മൾ നാളെ ദുബായി പോയാലോ തായ്ലാൻഡിൽ പോയാലും ഉണ്ടേനെ. പക്ഷെ ഇതൊരു വേറെ തന്നെ ഇതാട്ടാ. ഇവിടെ കണ്ട ഇരിക്കുന്നില്ല കണ്ട, ഇതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെയുള്ള വ്യൂ ആണ്. വയനാട് ഏത് റിസോർട്ടിൽ വന്നാലും ഇങ്ങനെ തന്നെയാട്ടാ. അതെ, പിന്നെ ഇതിന്റെ ഡോർമെട്രി ഉണ്ടേ തായല്, അതും ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പുതിയ വീടെടുക്കുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബാത്റൂമിൽ ഇങ്ങനെ കാണുമ്പോഴേ എന്തെങ്കിലും പുതിയ ഐഡിയാസ് വന്നാൽ അവർക്കിത് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയാലോ എന്നുള്ളതും കൂടി ഉണ്ട് ചേട്ടാ.
ബാത്റൂമിലോട്ട് വന്നെയാണ്. പക്ഷെ ഞാൻ ഇതിലോട്ടല്ല, അതിലോട്ട് വന്ന് കാണിക്കാം. ഇത് മൊത്തം ബ്ലാക്കാണ്. ഇതിൻ്റെ ഒരു ഭംഗിയാണ്. ഇതാണ്ടാ റൂമിലേക്ക് ഒരു ഇങ്ങനെയുള്ളത്. നമ്മൾ ഋഷിക്കാട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അതോടെ ഉറങ്ങുന്നുണ്ട്. ഇതുണ്ടേ ഇങ്ങനെയുള്ള കേട്ടോ. നല്ല രസമില്ല ഇത് കാണേ. ശരിക്കും ഇത് കണ്ടേരം നമ്മൾ വീട്ടിലേക്കെല്ലാം വീഡിയോ കോളിൽ ഇത് കാണിച്ചു കൊടുത്തേട്ടാ. അപ്പോൾ എല്ലാവരും കൂടി ഇത് കാണിക്കാൻ വെച്ചിട്ടാണ്. ഇതുണ്ടോ, ഇത് ബാത്റൂമിൻ്റെ ഇത് കുളിക്കുന്ന സ്ഥലമാണേ. ഇതൊക്കെട്ടെ, ഇതൊരു ബാത്റൂമാണെന്ന് പറയില്ല. ഇവിടുന്ന് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് വൈറ്റിന് വേണ്ടിയിട്ട് ഇവർ വൈറ്റ് കല്ല് കിട്ടിയ കേട്ടോ. ബാക്കി ഫുൾ ബ്ലാക്കാണ്. നോക്ക്, ഓപ്പൺ ആവുന്നുണ്ടാ, എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. ഇത് കണ്ടേ, നോക്ക് നല്ല ദൂരം ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതല്ല, നല്ല ദൂരം ഉണ്ട്. ബെഡ്റൂം നമ്മളെ വീടിന്റെ മൊത്തം സ്ഥലം ഉണ്ട് കേട്ടോ. ഇത് വീഡിയോയിൽ തിരിയുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നമ്മളെ വീടിന്റെ മൊത്തം സ്ഥലമുണ്ട്. അതെ, വീടിൽ കണ്ണാടി ഇത് കാലി ആശ. ഇത് ഒരു ഷോവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്താണ്ടാ ബുക്ക്, ഇതൊന്നുമില്ല കേട്ടോ, കുട്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിന്. അപ്പോൾ മിഥുൻ ബ്രോ ഇവിടെ ഇല്ല. മിഥുൻ ബ്രോൻ്റെ ഫോട്ടോ ഞാൻ ഒന്ന് കാണിക്കട്ടെ. ചെറുപ്പക്കാരനാണ്, ഫോട്ടോഗ്രാഫി പാഷൻ. അൻഹാത്തെ The Matzo Burger, only at A&W. From wash to repair to trade-in and resale, the Rebird program. ഇത് വിരാട് കോഹ്ലിൻ്റെ പേര് നിൽക്കുന്ന ഫോട്ടോ ആണ് മിഥുൻ. അപ്പോൾ ഈ റിസോർട്ടിൽ 4 വലിയ ബെഡ്റൂമാണ്. കൂടാണ്ടെന്ന് പറഞ്ഞാൽ ഡോർമെറ്ററി സൗകര്യം ഉണ്ട് കേട്ടോ. കുറേ ആൾക്ക് ഒരുമിച്ചിട്ട് ഇതുണ്ടാ. എന്താ രസം അറിയത് കാണാൻ. ഇതൊരു മഹാഗണി ആ ഒരു ഇതാന്ന് തോന്നുന്നു, റെഡ് അടിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട്. കുട്ടികളിലല്ലോ ഉള്ള വീട്ടിൽ 3-4 കുട്ടികളുള്ള വീടാണെങ്കിൽ 4 കുട്ടികൾക്ക് ഒരു റൂമിൽ തന്നെ കിടക്കാൻ പറ്റുന്നത്. ഇത് ഇങ്ങനെ മോഡലാക്കിയാൽ മതി കേട്ടോ. മോഡലാക്കിയാൽ മതി. അതെ, നല്ല ഉണ്ട് ഇത്. സ്പേസും അത്ര സ്പേസും ഇതായില്ലേ ചേട്ടാ. കേറിയിട്ട് ഇങ്ങനെ വരെ നല്ല സ്പേസും. ഒരു ബെഡിൽ 2 കിടക്കാം ചേട്ടാ. ഒരു ബെഡിൽ 2 കിടക്കാം. ഒരു ബെഡില് മേലത്തെ ഒരു ബെഡ്റൂമിന്റെ സൗകര്യത്തിൽ തന്നെ 1 2 3 4 5 6 7 8 9 10 ബെഡ് ഉണ്ട് കേട്ടാ. 10 ആക്ക് നല്ല ഉണ്ട് കേട്ടാ. ഇങ്ങനെ കയറി പോകേണ്ട സൗകര്യമാക്കി. ഇത് നമ്മൾ തായ്ലാൻഡിൽ പോയാലോ നമ്മൾ ആടെ കണ്ടിരുന്നു ഇതേപോലെ. ഇതിന്റെ ചെറുതാണ്, പക്ഷെ ഇത്ര വലുത് നമ്മൾ ഇത് ഇവിടെ ആദ്യമായിട്ട്. വെയ്യലായിനെ രാവിലെ നല്ല രസമുണ്ട്, കുറച്ച് മഞ്ഞലായിട്ട്. ഇനി വൈകിട്ടാകുമ്പോ നല്ല രസം വരും മഞ്ഞല. ഈ സാരി ഇങ്ങനെയാട്ടോ ഉടുക്കണ്ട. ഇതിങ്ങനെ അയച്ചിട്ട് വെള്ളം വേണ്ടേ തോന്നുന്നു. അടിച്ചു അത് വെച്ചാലില്ലേ, ഞാൻ ഇങ്ങനെ ഉടുക്കാത്ത ഇത് ഉടുക്കുമ്പോ ഒരു ടീച്ചറിന്റെ ലുക്ക് തോന്നും. അതുകൊണ്ട് വെറുതെ എങ്കിലും അങ്ങനെ ഒരു ടീച്ചറെ ലുക്ക് ഇട്ടിട്ട് അപ്പൊ നല്ല ഉണ്ട് കേട്ടോ. ഇത് മറ്റേ നേരത്തെ നമ്മൾ വീഡിയോ കൊണ്ട് കിട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഈ സാരി ഉടുത്തിട്ട് എനിക്ക് നല്ല സുഖമുണ്ട്. ഒരു കനോ ഇല്ല, ഒരു ചൂടെടുക്കുന്നില്ല. സത്യമായിട്ട് ഒരു ടിഷ്യൂന്റെ ഇല്ലേ, ഗോൾഡൻ ആട്ടോ മൊത്തത്തില്. ഗോൾഡൻ ആണ്. ടിഷ്യൂന് നല്ല രസമുണ്ട് കേട്ടാ. ഞാൻ ഇത് ഊരാനേ തോന്നില്ല. ഞാൻ ഉടുത്തതായിട്ട് തോന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഉടുത്തിട്ട് കാണാൻ നല്ല സുഖമുണ്ട്. നീ ഊരില്ലേ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ വന്നത് ഈ ഒരു വീടിൻ്റെ, അതായത് ഈ ഒരു റിസോർട്ടിൻ്റെ വിൻഡോസും ഡോർസും പരിചയപ്പെടുത്താനായിരുന്നു. നിങ്ങളുടെ വീടുകൾക്കോ അതുപോലെ തന്നെ റിസോർട്ടുകൾക്കോ ഇതുപോലത്തെ വിൻഡോസ് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. 5 എലമെൻറ്റ്സ് വിൻഡോസ് ആൻഡ് ഡോർസ്. താങ്ക് യു. 20 വർഷത്തെ വാറണ്ടി. നമ്മൾ ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ സോഴ്സ് ചെയ്തിട്ട് ഈ വിൻഡോസും ഡോറുകളും നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഇട്ടിട്ട് നമ്മൾ ഒരു കുടക്കുള്ളിലിട്ടിട്ട് നമ്മൾ ചെയ്ത് എടുക്കുന്നതാണ് ഇത്രയും ക്വാളിറ്റിയുള്ള ഈ വിൻഡോസ്. വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് നമ്മുടെ വിൻഡോസ് നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന 6 ഷട്ടേഴ്സിൻ്റെ സ്ലൈഡിങ് ഡോറുകളാണ്. അതായത് 3 ട്രാക്കിൽ 6 ഷട്ടേഴ്സ്, അതുപോലെ തന്നെ 3 ട്രാക്കിൽ 3 ഷട്ടേഴ്സ്, 2 ട്രാക്കിൽ 2 ഷട്ടർ, 2 ട്രാക്കിൽ 4 ഷട്ടർ. നമ്മുടെ വിൻഡോസിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാം. എല്ലാ വിൻഡോസും നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ നമ്മൾ ഈ എല്ലാ ഡിസൈനുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്ര വലുതായാലും പോലും ഒറ്റ വിരലിനെ പോകുന്നുണ്ടല്ലേ. നല്ല വെയിറ്റും ഉണ്ട് ഗ്ലാസ്. അതെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ കമ്പനി വളരട്ടെ. നേരെ താഴെ അരുവീൻ്റെ അടുത്തേക്ക് പോകുന്നേട്ടാ. മേലെ ഇങ്ങനെ ഇറങ്ങി വരുത്താണ്. വാങ്ങിട്ട് കോടിയെടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ.
ആ മെല്ലെ നടന്നാൽ മതി. നല്ലൊരു അരുവി കേട്ടോ അവിടെ. ഒന്നും കീനൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതേപോലെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തിലെ അരുവികളിലൊന്നും നമ്മൾ കീഞ്ഞിട്ട് കുളിക്കാനോ നമ്മൾ ആവേശം കാണിക്കാനോ ഒരിക്കലും ശ്രമിക്കരുത്. കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് നല്ല വെയിൽ കൊണ്ടുവരും തല നല്ല വേനെടുക്കാൻ തുടങ്ങിയാൽ എല്ലാവരും തിരിച്ചു പോയി കേട്ടോ. അതുവരെ ഫോട്ടോഷൂട്ടും പരിപാടിയില്ല. എന്താ എല്ലാവരും ഇറങ്ങി അങ്ങോട്ട് പോകുന്നു. നമ്മളങ്ങനെ കീയാൻ വേണ്ടി നോക്കല കേട്ടോ. ഇറങ്ങാൻ നോക്കലാണ്. നമ്മൾ കഴിഞ്ഞു, ഡ്രസ്സെല്ലാം എടുത്ത് പാക്കാക്കി. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് മടങ്ങാം. ഇത് 2.5 കിലോമീറ്റർ ഓടും കേട്ടോ. ഇവിടുന്ന് കുറേ വണ്ടികളുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓടുന്നത്. ഇതിൻ്റെ പ്ലാന്റേഷൻ്റെ ഈ പ്ലാന്റേഷനുള്ളൂട്ട് ഇങ്ങനെ അങ്ങണ്ട വണ്ടി പോകുന്നത്. വണ്ടി പോകുന്നത് നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ സൂചിപ്പാറ ജംഗ്ഷൻ്റെ അടുത്താണ്. സൂചിപ്പാറ ജംഗ്ഷൻ്റെ അടുത്താണ്. ഇവിടെ പേരെന്നാ? എൻ്റെ പേര് ശ്രീകാന്ത്. ശ്രീകാന്ത്. ഞങ്ങളെത്തി കുറേ കാലമായി ഇത് പരിപാടി? 3 വർഷം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് പോക്ക് എങ്ങനെയാണ്? ഇത് നമുക്ക് ഇതിലെ ടീ പ്ലാന്റേഷനിൽ കൂടെ 2.5 കിലോമീറ്റർ മേലെ ട്രാക്ക് വരുന്നുണ്ട്. ഇതാണ്ടാ ഇതാണ് കേട്ടോ ടീ പ്ലാന്റേഷൻ. ഇതിൻ്റെ കൂടിയാണ് പോകേണ്ടത്. സ്റ്റാർട്ടിങ് എൻ്റെ ഒരു ടീ പ്ലാന്റേഷൻ ആണ്. നമുക്ക് അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ട്രാക്കാണ്. ഇവിടെ നിർത്തി ഫോട്ടോ കാര്യങ്ങൾ എടുത്തിട്ട് ട്രാക്കിലൂടെ വരാം. എടുത്തെടുത്ത് അങ്ങനെ പോവാം. ഇതെങ്ങനെയാണ്? അപ്പോൾ ഇതിങ്ങനെ അറിയാത്ത എല്ലാ ആളെടുക്കുമ്പോൾ സേഫ് ആണോ? സേഫ്റ്റി അല്ലേ? സിമ്പിളാണ്. സ്കൂട്ടി ഓടിക്കുന്ന ബാലൻസ് ഉണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റും. 4 ടയറിലല്ലേ? കാരണം സ്കൂട്ടീൻ്റെ ബാലൻസിങ് വേണ്ട. 4 വീലുള്ളതുകൊണ്ട് നമുക്ക് ആക്സിലേറ്റർ പിന്നെ ബ്രേക്ക് കൺട്രോൾ മാത്രം ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ്. പോവാ നിർത്തി അങ്ങനെ പോക്കാട്ടോ. ഇതിൽ കയറിയാൽ ഈ ബ്യൂട്ടിഫുൾ കാണാട്ടാ. എന്ത് രസമാണ്. കുറേ ദൂരം ഉണ്ടല്ലേ. ഇത് വലിയ പ്ലാന്റാ? This spring at Canadian Tire, we're